അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വാൾപ്പാറ അപകടം, അത് ഏറ്റവും വലിയൊരു അപകടമായിരുന്നു കേട്ടോ. ഞങ്ങളെ സ്കൂളിൽ നിന്ന് എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ നിന്നാണ് ടീച്ചേഴ്സൊക്കെ മരിച്ചിട്ടുള്ളത്. എൻ്റെ മോൻ്റെ ടീച്ചറാണ്, ക്ലാസ് ടീച്ചറാണ് ആഷ ടീച്ചർ. പിന്നെ അതുപോലെ റംല ടീച്ചർ അറബി ടീച്ചറാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളുണ്ട്. ഓരൊക്കെ മരിച്ചിരുന്നു കേട്ടോ. എന്താ പറയണ്ടെന്ന് അറിയൂല. മുഖമൊന്നും കാണാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് കാണിക്കണം, കുട്ടികൾക്കൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. യൂണിഫോം ഇട്ടിട്ട് തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മോനൊക്കെ യൂണിഫോം ഇട്ടിട്ട് തന്നെ വന്നത് കേട്ടോ. അപ്പം ഞാൻ നിൽക്കുന്നത് അവൻ്റെ സ്കൂളിൻ്റെ നേരെ മുന്നിലാണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് പോയ എല്ലാ ടീച്ചേഴ്സും മരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇനി ആകെ 3 ടീച്ചേഴ്സ് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും അവസ്ഥ മോശമാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. കാണാൻ പറ്റാത്ത രീതി അയക്കണം എല്ലാവരും. പിന്നെ ഒരാൾ നല്ല ഗുരുതരാവസ്ഥയിലാണ്, ഞങ്ങളെ സ്കൂളത്തെ ഡ്രൈവർ, ബസ്സിൻ്റെ ഡ്രൈവർ. അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എൻ്റെ മോനൊന്നും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് തന്നെ അല്ല കേട്ടോ. ആകെ കരച്ചിലും ഒക്കെ ആയിട്ട് നേരെ എങ്ങനെയാണ് വെളുപ്പിച്ചത് എന്ന് പോലും അറിയാത്തൊരവസ്ഥ. കാരണം ഒരു നാട് മൊത്തം ഉറങ്ങാത്തൊരു ദിവസം. നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാതെ നമ്മളെ ജീവിതത്തിൽ ഇത് വരുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയൂലല്ലോ. അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട് വരും. അവിടെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുട്ടീനൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ വേഗം പോകുന്നത് കണ്ടെങ്കിൽ അധികം നേരം നിൽക്കാൻ പറ്റണില്ല. കാരണം കുട്ടീനായിട്ടൊക്കെയാണ് പോയിക്കണത്. അത്രയും ജനം, ഇവിടെ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ വേഗം കണ്ടിട്ട് ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന 3 ടീച്ചേഴ്സിൻ്റെ അവസ്ഥ തന്നെ വളരെ മോശമാണ്. കാരണം അവർക്കൊന്നും നീച്ച് നിൽക്കാൻ പോലും പറ്റാതെ അവർ ആകെ കുഴഞ്ഞ് കിടക്കുക കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക.